ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ചെടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല, അറിയാത്തവർക്കായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് കാപ്പിച്ചെടിയാണ്. നമ്മൾ കാപ്പി കുടിക്കുന്ന ആ കാപ്പിക്കുരു ഉണ്ടാവുന്ന ചെടിയാണിത്. ഇതതിൻ്റെ ഫ്ലവേഴ്സാണ്. നമ്മുടെ മുല്ലപ്പൂവൊക്കെ നിൽക്കുന്ന പോലെ നല്ല ഭംഗിയിൽ ഇതിൽ പൂ വിരിയും. നിറച്ചും പൂ വിരിഞ്ഞ് നിൽക്കുന്ന സമയമാണിപ്പോൾ. നല്ല മണമാണ്. ഈ മണമുള്ള സമയത്ത് ഇതാ തേനീച്ചകൾ ഇങ്ങനെ വന്ന് പറക്കും. ഇതിൻ്റെ തേൻ കുടിക്കാനൊക്കെ ആയിട്ട് നിറച്ചും തേനീച്ചകളൊക്കെ വരും. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ കുത്ത് കിട്ടാതെ നോക്കണം. എന്തായാലും ഇതിൽ കാപ്പിക്കുരു ഉണ്ടായ സമയത്ത് ഞാൻ എടുത്തിട്ടില്ല. ഇത് നല്ലൊരു വൈറ്റ് കളറിലെ പൂവാണ്, നല്ല സ്മെല്ലുണ്ട്. അതേപോലെ തന്നെ ഈ പൂവെല്ലാം കൊഴിഞ്ഞ് കഴിയുമ്പോൾ കുരു അതിൻ്റെ കായകൾ ഉണ്ടാവും. കായകളുണ്ടായി കഴിഞ്ഞ് അതിന് ഒരു പാകമാവും. പിന്നെ റെഡ് കളറൊക്കെ ആയിക്കഴിയുമ്പോഴാണ് നമ്മളത് പറിച്ച് നമ്മളതിനെ ഉണക്കുന്നത്. അപ്പം ഇതേപോലെ കുറേ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും അറിയാത്തവർക്കായിട്ട് കാപ്പിച്ചെടി, കാപ്പിയുടെ പൂവ് ഇതൊന്നും കാണാത്തവർക്കായിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ കാപ്പി പൊടി വാങ്ങിക്കുമ്പോൾ അതിലൊക്കെ അവർ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് അവർ പല കാര്യങ്ങളും ചേർക്കാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാപ്പിക്കുരു പൊടിച്ച് അതിൻ്റെ കൂടെ ഇത്തിരി ഉലുവ പൊടിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പം നല്ലൊരു കാപ്പിപ്പൊടി നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ പൊടിക്കാനൊക്കെ ആയിട്ടുള്ള മില്ലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മില്ലിൽ പോയി പൊടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ വീട്ടിലൊക്കെ ഒരു 2 ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമായി. ഒരു വർഷത്തിനുള്ള കാപ്പിപ്പൊടിയൊക്കെ ഇഷ്ടം പോലെയായി. പിന്നെ എല്ലാവർക്കും കാപ്പി ഇഷ്ടമല്ലാത്തവരുണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ കൂടുതൽ കാപ്പി യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഈ കാപ്പിയും കാപ്പിപ്പൂവും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.